السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله. اللهم صل على سيدنا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. മങ്കൂസ് മൗലിദ് വിശദീകരണം ഭാഗം 2. മഹാനായ മഖ്ദൂം തങ്ങൾ തുടരുന്നു. وأوجد نوره قبل خلق العالم وسماه محمدا. അല്ലാഹു തആല ഈ ലോകത്തെ പടക്കുന്നതിന് മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെ പടക്കുകയും മുഹമ്മദ് എന്ന് പേരിടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ, അതാണ് അല്ലാഹു തആല ആദ്യമായിട്ട് പടച്ചത്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ലഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് വന്നിട്ടുണ്ട്, പ്രകാശം വന്നിട്ടുണ്ട്, വ്യക്തമായ കിതാബ് ഗ്രന്ഥവും വന്നിട്ടുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ത്വബരി തങ്ങൾ പറയുന്നു, ഇവിടെ നൂർ പ്രകാശം എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ അനാറല്ലാഹു ബിഹിൽ ഹഖ. പ്രകാശം എന്ന് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ടാണ് അല്ലാഹു തആല ഹഖിനെ പ്രകാശിപ്പിച്ചത്, ഇസ്ലാമിനെ വിജയിപ്പിച്ചത്, ശിർക്കിനെ മായ്ച്ചു കളഞ്ഞത്. ചുരുക്കത്തിൽ അല്ലാഹു തആല തന്നെ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകാശം, നൂർ എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കളും ഇവിടെ വന്നിട്ടുള്ളത് പരിശുദ്ധമായ ഇസ്ലാമിനെ ദഅവ ചെയ്യാൻ വേണ്ടിയാണ്, പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. അതേസമയം മറ്റൊരു നബിയെക്കുറിച്ചും അല്ലാഹു തആല ഖുർആനിൽ പ്രകാശം എന്ന് പറഞ്ഞിട്ടില്ല, നൂർ എന്ന് പറഞ്ഞിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മാത്രമാണ് നൂർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നൂർ കൊണ്ടുള്ള ഉദ്ദേശം ഇസ്ലാം എന്നുള്ള പ്രകാശം മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പെടുമെന്നും ഈ ആയത്ത് അതിലേക്കുള്ള വ്യക്തമായ സൂചനയാണെന്നും മഹാനവറുകൾ തുടർന്ന് പറയുന്നുണ്ട്. മറ്റൊരായത്തിൽ കാണാം, സൂറ അൽ അഹ്സാബ്, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അല്ലാഹു തആല പറയാണ്, അല്ലയോ നബിയെ, തീർച്ചയായും തങ്ങളെ നാം സാക്ഷി നിൽക്കുന്നയാളായിട്ട്, സന്തോഷവാർത്ത അറിയിക്കുന്ന ആളായിട്ട്, അവിശ്വാസികൾക്ക് താക്കീത് നൽകുന്ന ആളായിട്ടും തങ്ങളെ നാം നിയോഗിച്ചു. അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം അവനിലേക്ക്, അവൻ്റെ ദീനിലേക്ക് ദഅവ ചെയ്യുന്ന ആളായിട്ടും തങ്ങളെ നാം അയച്ചു. അതിനുശേഷം പറയുന്നു, വസിറാജം മുനീറ, പ്രകാശിക്കുന്ന വിളക്കുമായിട്ട് തങ്ങൾ നാം അയച്ചു. തങ്ങൾ പ്രകാശിക്കുന്ന വിളക്കാണ്. അന്ധകാരത്തിലെ ജഹലിൻ്റെ അന്ധകാരത്തിൽ വെളിച്ചം നൽകുന്ന പ്രകാശമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ ഒരുപാട് ഹദീസുകളിലും അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പ്രകാശം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബിനോട് ചോദിച്ചു, ബി അബി അൻത വ ഉമ്മി, നബിയെ, എൻ്റെ ഉമ്മയെയും എൻ്റെ ഉപ്പയെയും തങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖഹുല്ലാഹു തആല ഖബ്ലൽ അഷ്യാ. എല്ലാത്തിനും മുമ്പ് അല്ലാഹു തആല ആദ്യമായിട്ട് എന്താണ് പടച്ചത്, ആദ്യം പടച്ച വസ്തു എന്താണ് എന്ന് തങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന ചോദ്യത്തിന് ഹബീബായ നബി തങ്ങളുടെ മറുപടി, ഇന്നല്ലാഹ തആല ഖദ് ഖലഖ ഖബ്ലൽ അഷ്യാഇ നൂറ നബിയിക യാ ജാബിർ. അല്ലാഹു തആല എല്ലാത്തിനും മുമ്പ് ആദ്യമായിട്ട് പടച്ചത് നിന്റെ നബിയുടെ പ്രകാശമാകുന്നു, നിന്റെ നബിയുടെ നൂറാകുന്നു
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകിയതായിട്ട് ഹദീസിൽ നമുക്ക് കാണാം. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറയാണ്, വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം, ഈ ലോകത്തെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല ആദ്യമായിട്ട് പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ്. ആ പ്രകാശം അനുഭവിക്കാൻ റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.